ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മാംഗോ തേങ്ങാപ്പാൽ കറിയാണ്. നല്ല ടേസ്റ്റാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്യുക, ചട്ടി അടുപ്പിൽ വെച്ച് അതിൻ്റെ മുകളിൽ വാഴയില വെച്ച് നമ്മൾ കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ട് വെക്കണം കേട്ടോ. ആദ്യമായിട്ട് ഈ കാണുന്നവർ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണൊന്ന് അടിക്കുക. എൻ്റെ ചാനലൊന്ന് വിജയിപ്പിക്കണേ. നല്ല രസമാണ് ഈ കറിക്ക്. നമ്മൾ ചപ്പാത്തി, പത്തിരി, പൊറോട്ടയൊക്കെ കഴിക്കുന്നതിനകത്ത്. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കി നല്ലോണം മുളകും മഞ്ഞളും ഉപ്പും മാത്രമേ പുരട്ടാൻ പാടുള്ളൂ. അത് ഇതിനകത്തേക്ക് വെച്ചിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഈ മീൻ മുങ്ങുന്ന വരെ ഒഴിക്കണം. അപ്പം രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ടിരിക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാങ്ങയുടെ ഹാഫ് ഭാഗം മാത്രം ഇടുക. അതിന് ശേഷം പിന്നെ ഇഞ്ചിയാണ് ഇതിൻ്റെ നല്ല ഫ്ലേവർ. തേങ്ങാപ്പാലിനകത്ത് ഇഞ്ചി ആഡാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പച്ചമുളക് നടുക്കീറുക. അപ്പോൾ ഞാനെടുത്തത് 3/4 കിലോ മീനിലേക്ക് ഞാനെടുത്തത് പച്ചമുളക് 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഈ 4 പച്ചമുളക് നടുക്കീറിയിട്ട് ഇടുക. പിന്നീട് നമ്മൾ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി വേണം. കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും ആഡ് ചെയ്യണേ. ഞാൻ ആ കുരുമുളക് പൊടിയും മിക്സ് ചെയ്തത് കൊണ്ടാണ് വേറെ കാണാത്തത് നിങ്ങൾ. എന്നിട്ട് നമ്മളതിൻ്റെ മുകളിൽ കരിവേപ്പില വെച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്ത് നമ്മൾ കത്തിക്കുക. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തീയിലേക്ക് കൊടുത്തിട്ട് ആ ഫ്ലെയിം കിടന്ന് അങ്ങനെ വേവണം. ഇങ്ങനെ നന്നിട്ട് തേങ്ങാപ്പാലെടുത്തൊന്ന് തിളച്ചതിന് ശേഷം മുകളിലൂടെ ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെക്കുക. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് കിട്ടുന്നത്. ചപ്പാത്തി, പത്തിരി ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. ഇതിൻ്റെ പേരാണ് ഫിഷ് മാംഗോ കറി. ഇപ്പോൾ കണ്ടോ, കണ്ടോ നിങ്ങൾ, ആ മീൻ നന്നായിട്ട് തിളച്ചിട്ട് അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പം എന്തൊരു ടേസ്റ്റ് അറിയാം. ഒന്ന് നിങ്ങൾ കഴിച്ചു നോക്കേണ്ടി. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ മീൻ കറി. കുട്ടികൾക്ക് കൊടുത്താൽ പിന്നെ കുട്ടികളുടെ പറയും ചിക്കനും മട്ടനും ഒന്നും വേണ്ട, ഈ കറി തന്നെ മതി എന്ന് പറയും. ചോറിനൊക്കെ ഇത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു തോരനും ഈ ഒരു കറിയും മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മീൻ കറിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ മീൻ കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു, ബൈ.